രക്ഷിതാവെന്ന് പറഞ്ഞാൽ ഇസ്ലാം, കാരണം രക്ഷിക്കാൻ അല്ലാഹുവല്ലേ കഴിയൂ. അല്ല മൗലവിമാരെ, ഇതൊക്കെ ഈ യുഗത്തിൽ 2009 നിങ്ങൾ ജീവിക്കണോ? ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു മാത്രമേ രക്ഷിക്കുന്നതിന്റെ ഉടമസ്ഥനുള്ളൂ, രക്ഷ നൽകുന്ന ഉടമസ്ഥൻ അവനേ ഉള്ളൂ, രക്ഷയെ പടക്കുന്നവൻ അവനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പോലീസ് മുഖേന രക്ഷ കിട്ടിയാലും, ഡോക്ടർ മുഖേന രക്ഷ കിട്ടിയാലും, വക്കീൽ മുഖേന രക്ഷ കിട്ടിയാലും, കോടതി മുഖേന കിട്ടിയാലും, മന്ത്രി മുഖേന കിട്ടിയാലും, ആരോഗ്യമുള്ളവൻ മുഖേന കിട്ടിയാലും, ഇനി അതാ ഒരു പണക്കാരൻ മുഖേന രക്ഷ കിട്ടിയാലും, പുഴയിൽ നിന്ന് തോണിയും കൊണ്ട് കളിക്കുന്ന നീന്തമറിയുന്നവനെ കൊണ്ട് രക്ഷ കിട്ടിയാലും, അതെല്ലാം അല്ലാഹു രക്ഷിക്കുന്നതിന്റെ നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. നിമിത്തങ്ങളെന്ന നിലക്ക് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും അത് കറാഹത്ത് പോലുമല്ല, മറിച്ച് അത് അല്ലാഹു നിശ്ചയിച്ച നിയമത്തെ അംഗീകരിക്കലാണ്. കാരണം അല്ലാഹു തആല ലോകത്തോരോ കാര്യങ്ങളും നിമിത്തങ്ങൾ മുഖേനയാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് ചെയ്യലല്ല. അല്ലാഹു ഏത് കാര്യവും നിമിത്തങ്ങൾ മുഖേന, അതിനാ പോലീസ് സ്റ്റേഷൻ വെച്ചത് രക്ഷക്കാണ്, അത് അല്ലാഹു നിശ്ചയിച്ച നിമിത്തമാണ്. ഡോക്ടർമാരെ വെച്ചത് ആരോഗ്യത്തിന് വേണ്ടി, രോഗമുള്ളവരുടെ രക്ഷക്കാണ്. അതേ ആരോഗ്യമുള്ളവനെ വെച്ചത് ആരോഗ്യമില്ലാത്തവന്റെ രക്ഷക്കാണ്. മലക്കുകളെ വെച്ചത് യഹ്ഫദൂനഹുമിന്നംദില്ല, പല മുസീബത്തുനിന്നും സംരക്ഷണം നൽകാനാണ്. അങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹു തആല സംരക്ഷണത്തിൽ വെച്ച ധാരാളം വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാത്മാക്കൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർളി വകാന അല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹുവിന് ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിലും സൈന്യങ്ങളുണ്ട്. ആ സൈന്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സൈന്യമാണ് മഹാത്മാക്കൾ. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അൽ അർവാഹു ജുനൂദും മുജന്നദ, ആത്മാക്കൾ സൈന്യങ്ങളാണ്. അത് തന്നെയാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മഹാത്മാക്കളെ തന്നെയാണ് സത്യം. മലക്കുകൾ അതിൽ പ്രഥമ സ്ഥാനത്താണ്. അങ്ങനെ സഹോദരന്മാരെ, ധാരാളം സൈന്യങ്ങളെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അവന്റെ സൈന്യങ്ങൾ മുഖേനയാണ് അവന്റെ കൊടുതി, അവന്റെ സൈന്യങ്ങൾ മുഖേനയാണ് അവന്റെ കാവല്, അവന്റെ രക്ഷ. ആര് മുഖേന എന്ത് രക്ഷ കിട്ടിയാലും, ആര് മുഖേന എന്ത് ലഭിച്ചാലും അതൊക്കെ ലഭിക്കുന്നത് അല്ലാഹുവിങ്കൽ നിന്ന് തന്നെ. സൃഷ്ടികളെല്ലാം നിമിത്തങ്ങളാണ്, കാരണങ്ങളാണ്. ഉടമസ്ഥനും സൃഷ്ടാവും അല്ലാഹു തന്നെ. ഇതാണൊരു മുസ്ലിമിന്റെ വിശ്വാസം. ഈ വിശ്വാസത്തെക്കുറിച്ചൊന്നും പഠിക്കാതെ രക്ഷിക്കണേ എന്ന് പറയുമ്പോഴേക്ക് ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് ഏത് ഖുർആനിൽ പറഞ്ഞു, ഏത് ഹദീസിൽ പറഞ്ഞു, ഏത് പണ്ഡിതൻ പറഞ്ഞു? ശരി സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നിട്ട് വിളിച്ചു പോയാൽ, നബിയോടൊക്കെ സഹായം ചോദിച്ചു പോയാൽ, ഓ മുശ്രിക്കായി. എന്താണ്? ഞാനിപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല, വിശദമായി കേൾക്കേണ്ടവരും എല്ലാവരും കേട്ടു നോക്കണം. ഇസ്തിഹാസയും ഇമാമുകളും എന്ന നാദാപുരത്തെ എന്റെ 7ാം ഖണ്ഡത്തിന്റെ CD, ഞാനതിൽ ദശക്കണക്കിന് പണ്ഡിതന്മാരെ കിതാബുകൾ ഉദ്ധരിച്ച്, അതിൽ 4 മദ്ഹബിലെയും കിതാബുകൾ ഉദ്ധരിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ഇസ്തിഹാസ സഹായം നേടുന്നതിനെ സംബന്ധിച്ച്. അതിൽ അന്ന് ഞാൻ ഉദ്ധരിച്ച ഒരു ഗ്രന്ഥമാണ് ഇത്, മാലിക്കി മദ്ഹബിലെ ഇബ്നുൽ ഹാജിർ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ മദ്ഖൽ. ഈ കിതാബുൽ മദ്ഖൽ 258ാമത്തെ പേജിൽ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് തേടാൻ വേണ്ടി പ്രചോദനം നൽകിക്കൊണ്ട് പറയുന്ന നീണ്ട വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ മുഴുവൻ ഇപ്പോൾ വായിക്കാൻ സമയം പോരാ. ഞാൻ കുറച്ച് ഭാഗം മാത്രം നിങ്ങളേക്ക് വായിച്ചു കേൾപ്പിക്കുന്നു. സഹോദരന്മാരെ, മഹാനവറുകൾ പറയുന്നത് എന്താണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച്, അമ്പിയാക്കളെ സംബന്ധിച്ച്, അതുപോലുള്ള ആത്മകരെ സംബന്ധിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിനെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞിട്ട്, അമ്പിയാക്കളോട് വിളിക്കണം, തേടണം എന്ന് വിശദമായി പറഞ്ഞിട്ട് പറയുന്ന വാക്ക് കേട്ടോ. സുബ്ഹാനല്ലാഹ്. വഅമ്മാ ഫീ സിയാറത്തി സയ്യിദിൽ അവ്വലീന വൽ ആഖിരീൻ,
അവസാനവും മുമ്പും പിമ്പും കഴിഞ്ഞുപോയ മുഴുവൻ ജനങ്ങളുടെയും നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് പറയട്ടെ. فكل ما ذكر يزيد عليه أوعافه عني في الانكسار والذل والمسألة لأنه الشافع المشفع الذي لا ترد شفاعته. ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്, എല്ലാ നബിമാരെയും വിളിച്ച് സഹായം തേടുന്നത്, അവരെ തവസ്സുലാക്കുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ثم يتوسل إلى الله تعالى بهم في قضاء مآلبه ومغفرة ذنوبه. ആവശ്യം നിർവഹിച്ചു കിട്ടാൻ, ദോഷം പുറത്തു കിട്ടാൻ അല്ലാഹുവിലേക്ക് മഹാന്മാരെ അടയാളനാക്കി തേടണം. വയസ്തഗീഥു ബിഹിം, മഹാന്മാരോട് ഇസ്തിഗാഥ ചെയ്യണം, തേടണം. വയത്ലുബു ഹവായിജഹു മിൻഹും, മഹാന്മാരോട് ആവശ്യം തേടണം. വയജ്സിമു ബിൽ ഇജാബത്തി ബിബറകതിഹിം, അവരോട് തേടുന്നത് എന്തിനാണ്? കൊടുക്കുന്ന ഉടമസ്ഥൻ അല്ലാഹല്ലേ, പിന്നെ എന്തിനാ ഇവരോട് തേടുന്നത്? അവരോട് തേടിയതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് തരാനാണ്. കൊടുക്കുന്നവൻ അള്ളയാണ്, ഉടമസ്ഥൻ അള്ളയാണ്. പക്ഷെ അള്ള ബഹുമാനിച്ചവരെ അവരെ വിളിച്ച് തേടുക എന്ന ബഹുമാനം ബഹുമാനിച്ചാൽ അള്ള തരുന്നു. അതിനുവേണ്ടിയാണ് തേടുന്നത്. ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ച് തേടുമ്പോ അവന്റെ മനസ്സിൽ നല്ല വിചാരം വേണം. കാരണം അല്ലാഹുവിന്റെ തുറക്കപ്പെടുന്ന ഗേറ്റാണത്. അവര് മുഖേനയാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുക. ഇത് പറഞ്ഞ മഹാൻ പറയാണ്. അതൊക്കെ ഞാൻ മുമ്പ് വിശദീകരിച്ച കാര്യമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിഷയം പറയട്ടെ. ലിഅന്നഹു ശാഫിഉൽ മുശഫഉ, ആ നബിയാണ് ശുപാർശ പറയുന്ന ഏറ്റവും വലിയ നേതാവ്, ശുപാർശ സ്വീകരിക്കപ്പെടുന്ന നേതാവ്. അല്ലദീ ലാ തുറദ്ദു ശഫാഅത്തുഹു, ആ നബിയുടെ റെക്കമെന്റ് ഒരിക്കലും തള്ളപ്പെടൂല. വലാ യസീബു മൻ ഖസദഹു, ആ നബിയെ കരുതിയവൻ ഒരിക്കലും പരാജിതനാകൂല. വലാ മൻ നസല ബിസാഹതിഹി, ആ നബിയുടെ മുറ്റത്തിറങ്ങിയവൻ പരാജയപ്പെടൂല. വലാ മൻ ഇസ്തആന ബിസ്തഗാസ ബിഹി, ആ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തവൻ ഒരിക്കലും പരാജയപ്പെടൂല. അത് വിശദീകരിച്ചിട്ട് പറയാണ്, ഫമൻ തവസ്സല ബിഹി അവ ഇസ്തഗാസ ബിഹി, അതുകൊണ്ട് റസൂലുള്ളാഹിനോട് വല്ലവനും തേടിയാൽ, റസൂലുള്ളാഹിനെ വല്ലവനും അടയാളനാക്കി അല്ലാഹുവിനോട് ചോദിച്ചാൽ, ഔ തലബ ഹവായിജഹു മിൻഹു, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തു തരണേ എന്ന് റസൂലുള്ളാഹിനോട് തന്നെ തേടിയാൽ, ഫലാ യുറദ്ദു, അവനെ തള്ളപ്പെടൂല. വലാ യഖീൻ, അവൻ ഒരിക്കലും നിരാശനാകൂല. ലിമാ ശഹിദത് ബിഹിൽ മുആയനതു വൽ ആസാർ, അതിനനുഭവം തന്നെ ധാരാളം തെളിവാണ്. അതിന്റെ പുറമെ ധാരാളം ഉദ്ധരണികളും തെളിവാണ്. അതിങ്ങനെ വിശദീകരിച്ച് മഹാനവറുകൾ എത്രയാ പറഞ്ഞത്. ഫത്തവസ്സുലു ബിഹി അലൈഹി സ്വലാത്തു വസ്സലാം ഹുവ മഹല്ലു ഹഖ്ഖി അഹ്മാലിൽ ഔസാരി വഅസ്ഖാലി الذنوب والخطايا لأن بركة شفاعته عليه الصلاة والسلام وعظمها عند ربه لا يتعاظمها ذنب إذ أنها أعظم من الجميع فليستبشر من زاره. رسول الله زيارة من സന്തോഷിക്കട്ടെ. ويلجأ إلى الله تعالى بشفاعة نبيه, رسول الله ശഫാഅത്ത് കൊണ്ട് അല്ലാഹുവിലേക്ക് അവൻ ചേരട്ടെ. ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, മല്ലം യസുറുഹു, നബിയെ സന്ദർശിക്കാൻ ഒരാൾ തയ്യാറില്ലെങ്കിൽ അല്ലാഹുമ്മ ലാ തഹ്രിംനാസ് മിൻ ശഫാഅതിഹി ബിഹുർമതിഹി, ആ നബിയുടെ ബഹുമാനം കൊണ്ട് അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് തടയരുത് അല്ലാഹ്. ഇൻദക ആമീൻ യാ റബ്ബൽ ആലമീൻ. വമൻ ഇതഖദ ഖിലാഫ ഹാദാ, റസൂലുള്ളാഹിന്റെ റെക്കമെന്റ് സ്വീകരിക്കപ്പെടുമെന്ന് ആരെങ്കിലും വിശ്വസിക്കാതെ റസൂലുള്ളാഹിനോട് റെക്കമെന്റ് തേടിയാൽ അത് മോശമാണെന്ന് വല്ലവനും പറഞ്ഞാൽ, ശിർക്കാണെന്ന് പറയണ്ട, ഹറാമാണെന്ന് പറയണ്ട, കറാഹത്താണെന്ന് പറയണ്ട, അതൊരു മോശമാണെന്ന് വല്ലവനും പറഞ്ഞാൽ ഫഹുവൽ മഹ്റൂം, അവനാണ് അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരീകരിക്കപ്പെട്ടവൻ കേട്ടോ.